എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഒരു വയസ്സായ അപ്പൂപ്പനെയാണ് കാണിക്കുക. ആളൊരു ബാണ്ടൊക്കെ എടുത്ത് ഫുൾ സ്പീഡില് അങ്ങനെ നടന്നു പോവാണ്. അപ്പോഴാണെങ്കിൽ ഭയങ്കര മഴ. പക്ഷെ ആള് കയ്യിലുള്ള ബാണ്ടൊക്കെ തലയിൽ കവർ ചെയ്ത് പിടിച്ച് സ്പീഡിൽ മുൻപോട്ട് നടക്കും. കുറച്ചു നേരം മുൻപോട്ട് നടക്കുമ്പോഴായിരിക്കും ആളുടെ തൊട്ടു മുൻപില് ഒരു പയ്യനെ കാണുക. ആ കുഞ്ഞു പയ്യൻ ഇപ്പൊ അപ്പാപ്പനോട് ചോദിക്കും, നിങ്ങൾ ലീഫ് വില്ലേജിലുള്ള ഒരു പഴയ ഷിനോബി അല്ലേ? അതിനാള് പറയും, അല്ല, ഞാൻ വെറും ഒരു നാടോടിയാണെന്ന് പറഞ്ഞ് മുൻപോട്ട് നടക്കും. അടുത്ത സെക്കൻഡ് ആ പയ്യൻ അവൻ ഫുൾ കലിപ്പില് ആളോട് ചോദിക്കും, സത്യം പറയ്, നിങ്ങൾ പഴയ അൻപു ബ്ലാക്ക് ഓപ്സ് ടീമിലെ ഒരു മെമ്പർ അല്ലേ? ഉടനെ അവൻ എന്തോ ഒരു ജിപ്സ് ഉപയോഗിച്ച് ആ അപ്പൂപ്പനെ അങ്ങനെ മയക്കി താഴെ വീഴ്ത്തും. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഇപ്പൊ നറൂട്ടോയും സാക്കുറയും അവർ രണ്ടുപേരും കാക്കാഷിയുടെ അടുത്തേക്ക് വരും. സാക്കുറ പറയും, ലീഫ് വില്ലേജിലുള്ള ഒരുപാട് ഷിനോബികളെ ഇപ്പൊ കാണാനില്ല. അതിന് കാക്കാഷി പറയും, ഓ, ആ കാര്യം നീ നോട്ട് ചെയ്തോ? ഈ കാര്യത്തെക്കുറിച്ചാണ് ഞാനും ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നറൂട്ടോ ഷോക്കായിട്ട് ചോദിക്കും, നിങ്ങൾ എന്താ പറയണേ? ലീഫ് വില്ലേജിലെ ഷിനോബികളെ കാണാനില്ലെന്നോ? അങ്ങനെ അവർ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും ഗ്രാമത്തിന്റെ പുറത്ത് ഇപ്പൊ വലിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം അവർ കേൾക്കുക. നറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ ജനൽ വഴി പുറത്തേക്ക് ചാടി ഗ്രാമത്തിന് വെളിയിലേക്ക് വരും. അപ്പൊ അവര് കാണും 5 പേര് ഇപ്പൊ ലീഫ് വില്ലേജിനെ ലക്ഷ്യമാക്കി അങ്ങനെ നടന്നു വരികയാണ്. അടുത്ത സെക്കൻഡ് ആ 5 പേരും ചേർന്ന് ലീഫ് വില്ലേജിലെ ഷിനോബികളെ അറഞ്ചം പുറഞ്ച തല്ലുകയാണ്. നറൂട്ടോ പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഇവരുടെ കാര്യം ഞാൻ നോക്കാന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ഓടും. പക്ഷെ കറക്റ്റ് സമയം ഈനോ അവിടേക്ക് വരും. ഈനോ ഇപ്പോ നറൂട്ടോയെ തടഞ്ഞു വെക്കും. ഈനോ, ചോച്ചി, കിബ അങ്ങനെ അവരെല്ലാവരും പവറായിട്ട് നിൽക്കുകയാണ്. ഈനോ ഉടനെ ആ വയസ്സായ അപ്പൂപ്പനെ ചൂണ്ടിക്കാണിക്കും, ഇദ്ദേഹം ടഡായിയാണ്, ഇദ്ദേഹം എപ്പോഴും എന്റെ കടയില് പൂ വാങ്ങാൻ വരാറുണ്ട്. അത് കേട്ട് നമ്മുടെ ആൾക്കാര് ഷോക്കാവും. സാക്കുറയും ഷിക്കമരും അവര് പറയും, അതെ, ഇത് അദ്ദേഹം തന്നെയാണ്. ഷിക്കമരു ചോദിക്കും, ഇനി ഇൻ കേസ് ഇദ്ദേഹം ഏതെങ്കിലും ഗെൻജിപ്സൂല് കുടുങ്ങിക്കിടക്കുകയാണോ? അതിന് സാക്കുറ പറയും, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഈയിടെയായി ലീഫ് വില്ലേജിൽ നിന്ന് ഒരുപാട് ഷിനോബീസ് മിസ്സായിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അപ്പൂപ്പനാണെങ്കിൽ ഇപ്പൊ വീണ്ടും അവരെ ലക്ഷ്യമാക്കി മുൻപോട്ട് വരും. അത് കണ്ട ഒരു ഷിനോബി അവനൊരു കത്തിയെടുത്ത് അപ്പൂപ്പന്റെ നെഞ്ചത്ത് തന്നെ വലിച്ചെറിയും. ചോര തുളുമ്പി ആൾ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴും ഒരു കൂസലും ഇല്ലാതെ ആ കത്തി വലിച്ചൂരും. അപ്പൂപ്പന്റെ ബോഡിയിൽ നിന്ന് ഇപ്പൊ ഒരുപാട് ബ്ലഡ് പുറത്തേക്ക് വരും. അത് കാണേണ്ട താമസം നറൂട്ടോ അത് കണ്ട കുട്ടപ്പൻ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ആ 3 ഷിനോബികളെയും തൂക്കിയെടുത്ത് അവിടുന്ന് മുൻപോട്ട് ഓടും. ആ അടുത്ത സെക്കൻഡ് അപ്പൂപ്പൻ ആള് പൊട്ടി അങ്ങോട്ട് തെറിക്കും. നറൂട്ടോ നിലവിളിച്ച് പറയും, സാക്കുറ ഓടിക്കോ, അവരെല്ലാവരും ഹ്യൂമൻ ബോംബ്സ് ആണ്. അടുത്ത സെക്കൻഡ് ആ 4 പേരും ഇപ്പൊ ലീഫ് വില്ലേജിലേക്ക് ഓടി വരും. അവര് വരെ അവരുടെ ബോഡി തകർന്ന് ഇപ്പൊ വലിയൊരു ബോംബായിട്ട് അങ്ങനെ തീരാണ്. ഷിക്കമൊരു ചോച്ചിയോട് ചോദിക്കും, ചോച്ചി, നിന്റെ പവർ ഉപയോഗിച്ച് ആ ഒരു ബോംബിന് ചിറക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയോ? അത് കേൾക്കേണ്ട താമസം ഇപ്പൊ ചോച്ചി അവന്റെ എനർജി ബൂസ്റ്റ് ചെയ്ത് ചിറക് വരുത്തും. എന്നിട്ട് നല്ല ഫോഴ്സിൽ ആഞ്ഞു വീശും. ആ ഒരു വീശലില് ഒരു ചുഴലിക്കാറ്റ് തന്നെ ക്രിയേറ്റ് ആയി ബോംബ് പുറകോട്ട് പോകാൻ തുടങ്ങും. നറൂട്ടോ ആണെങ്കിൽ അവന്റെ റെസൻ ഗൺ പവർ അതുകൂടെ വലിച്ചെറിയുമ്പോ ആ ഒരു വലിയ ബോംബ് പുറത്തേക്ക് പോയി പൊട്ടിത്തെറിക്കും. പക്ഷെ എന്താ, വീണ്ടും അതുപോലുള്ള ആളുകള് ഗ്രാമത്തെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉടനെ അവരെ കണ്ട് ഇപ്പൊ സാക്കുറ പറയും, അവരുടെ ബോഡിയിൽ എന്തെങ്കിലും അപകടം പറ്റിയ അടുത്ത സെക്കൻഡ് അവര് പൊട്ടിത്തെറിക്കും. ഹിനട്ടോ പറയും, എന്തോ ഒരു കെഞ്ചിപ്സു അതിൽ അവർ ലോക്കായി കിടക്കുകയാണ്, അതുകൊണ്ടാണ് അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചില്ലാതാവുന്നത്. ഹിനട്ട കാര്യമായിട്ട് അവളുടെ വ്യാഹു കണ്ണുവെച്ച് അവർ ചെക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. അവള് ഷോക്കായിട്ട് പറയും, എനിക്കിവരെ ആരെയും കാണാൻ കഴിയുന്നില്ല. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ചക്ര, അതാണ് ഇവരുടെ ബോഡി മുഴുവൻ ഇപ്പൊ സ്പ്രെഡ് ആയിരിക്കുന്നത്. ആ ഒരു ചക്ര പവർ അവരുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ കഴിയില്ല. ഷിക്കമര് പറയും, അവരുടെ ബോഡിയിൽ യാതൊരു കുഴപ്പവും സംഭവിക്കാതെ അവരെ ക്യാപ്ചർ ചെയ്യണം. അത് കേട്ട നറൂട്ടോ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് അവരുടെ അടുത്തേക്ക് ഓടിയെടുക്കും. ഷിക്കമരു ആണെങ്കിൽ അവന്റെ ഷാഡോ ജിപ്സു അതുപയോഗിച്ച് 4 പേരെ അങ്ങനെ സീൽ ചെയ്ത് അവിടെ സ്റ്റക്കാക്കി നിർത്തും. കട്ട് ചെയ്ത അവരെ എല്ലാവരെയും ഇപ്പൊ സേഫായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. സാക്കുറ ഒരുപാട് കഷ്ടപ്പെട്ട് അവളുടെ ഹീലിംഗ് ജിപ്സു അത് ഉപയോഗിച്ച് നോക്കും. പക്ഷെ അതുകൊണ്ടൊന്നും ആ ഒരു ഗെൻജിപ്സുവോ ചക്ര പവറോ അവളെ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. ഉടനെ കാക്കാഷി മാസ്റ്റർ പറയും, നിങ്ങൾ ആരും ഡെസ്പാവേണ്ട ആവശ്യമില്ല,
നമുക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല. ഇതുപോലൊരു പവറും ചക്രയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതേതോ ഒരു വിഷ്വൽ ജിപ്സു ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേട്ട് സായി പറയും, അതെ, അത് വിഷ്വൽ ജിപ്സു തന്നെയാണ്. കാക്കാഷി മാസ്റ്റർ പറയും, ഷെരീങ്കനും റെനീങ്കനും അത് രണ്ടും ഉപയോഗിച്ചാൽ മാത്രമേ ഈ ഒരു വിഷ്വൽ ജിപ്സു അത് ബ്രേക്ക് ചെയ്യാൻ കഴിയൂ. നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല. എത്രയും പെട്ടെന്ന് സാസുകയെ ഗ്രാമത്തിലേക്ക് തിരികെ വിളിക്കണം. സായ്, നിന്നെ കൊണ്ട് സാസുകയെ കൊണ്ടുവരാൻ കഴിയോ? അതിന് സായ് പറയും, തീർച്ചയായിട്ടും ഞാൻ പോയി സാസുകയെ തിരികെ കൊണ്ടുവരാം. കട്ട് ചെയ്താ ഇവിടെ സാസുക. അവനാണെങ്കില് വമ്പ സ്റ്റൈലില് പുതിയ ലുക്കില് അങ്ങനെ നിൽക്കുകയാണ്. സാസുകയാണെങ്കില് പഴയ മെമ്മറീസ് അതൊക്കെ ആലോചിച്ച് അങ്ങനെ ഹായ് ആയിട്ടിരിക്കുകയാണ്. അവന്റെ മുൻപിലാണെങ്കിൽ ഇപ്പൊ ഒരുപാട് പൂച്ചകളൊക്കെ ഉണ്ട്. അവൻ കഴിക്കുന്ന ഫുഡ് അത് അവറ്റകൾക്ക് ഇട്ടുകൊടുത്ത് അവറ്റകൾ അത് ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ട് സാസുക അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോഴായിരിക്കും ലോങ് ഷോട്ടിലായി തായുടെ ഒരു പക്ഷി അത് പറന്നു വരുന്നത് സാസുക കാണുക. അതങ്ങനെ പറന്നു വന്ന് ഒരു സ്ക്രോളായിട്ട് നിവർന്നു വരും. അതില് കാക്കാഷി മാസ്റ്റർ എത്രയും പെട്ടെന്ന് സാസുകയോട് ലീഫ് വില്ലേജിലേക്ക് മടങ്ങി വരിക എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പോഴായിരിക്കും സാസുക തൊട്ടു പുറകിലായി വലിയൊരു പൊട്ടിത്തെറി ശബ്ദം കേൾക്കുക. അവൻ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഇപ്പൊ ഓടിയെത്തും. അപ്പൊ അവൻ കാണും ചുവന്ന കണ്ണുകളുള്ള ചിലരെ ഗ്രാമത്തിലുള്ള ആൾക്കാർ ചേർന്ന് തല്ലിക്കൊല്ലാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവരുടെ ബോഡിയിൽ മുറിവ് പറ്റിയ ഉടൻ തന്നെ അവർ പൊട്ടി അങ്ങോട്ട് തെറിക്കും. സാസുവയ്ക്കാണെങ്കിൽ ഇവിടെ എന്താ നടക്കണെന്ന് മനസ്സിലാവില്ല. അവൻ വണ്ടറടിച്ച് അത് നോക്കി നിൽക്കും. സാസുവയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ ഒരു ഹ്യൂമൻ ബോംബാണെന്ന് മനസ്സിലാവും. ഒരുപക്ഷെ ഇതേ പ്രശ്നം ഇത് തന്നെയായിരിക്കും ലീഫ് വില്ലേജിലും ഇപ്പൊ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ ഒരു കുഞ്ഞു പെണ്ണും ഒരു ചെക്കനും അവർ രണ്ടുപേരും ഓടി വന്ന് വാട്ടർ സ്റ്റൈൽ ജിപ്സ് ഉപയോഗിച്ച് ഒരു വാട്ടർ വാൾ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഉടനെ സാസുകയാണെങ്കിൽ കാര്യം എന്താണെന്ന് അറിയാൻ അവിടേക്ക് വരും. ഗ്രാൻഡ് പേ ആണെങ്കിൽ അവനെ കാണേണ്ട താമസം വിളിച്ചു പറയും, ഇവനും അവരുടെ കൂട്ടത്തിലുള്ളവനാണ്, സോ ഇവനെയും അടിച്ച് തകർക്ക്. ആ കുഞ്ഞു പെണ്ണാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം വാട്ടർ ബോൾ ക്രിയേറ്റ് ചെയ്ത് സാസുകയെ അറഞ്ച അടിക്കും. പക്ഷെ സാസുക അവൻ ഫയർ ബോൾ ജിപ്സ് ഉപയോഗിച്ച് അവളുടെ പവർ, അവന്റെ കത്തിയിൽ പവർ ഉണ്ടെന്ന് സാസുകയെ അറ്റാക്ക് ചെയ്യും. പക്ഷെ സാസുക അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തെറിപ്പിച്ച് വലിച്ച് താഴെയിടും. അതേസമയം മറ്റൊരു ഭാഗത്തു നിന്ന് ആ ഹ്യൂമൻ ബോംബ്സ് അവരങ്ങനെ ഹായായിട്ട് നടന്നു വരികയാണ്. അടുത്ത നിമിഷം സാസുക അവന്റെ ശരീരം കണ്ണുപയോഗിച്ച് ആ ഒരു വിഷ്വൽ ജിപ്സ് അതങ്ങനെ ബ്രേക്ക് ചെയ്യും. ആ കുഞ്ഞു പെണ്ണാണെങ്കിൽ അത് കണ്ട് ഫ്രീസ് ആവും. അവൾ കാക്കാഷിയോട് ചോദിക്കും, നീ ഉച്ചക ക്ലാനിലുള്ളവനാണോ? അതിന് സാസുക ചോദിക്കും, ഇവർക്കൊക്കെ എന്താ പറ്റിയേ? നിങ്ങളൊക്കെ ആരാ? അതിന് അവര് പറയും, ഞങ്ങൾക്ക് ഇവരാരാണെന്ന് അറിയില്ല, ഞങ്ങൾ വെറും നാടോടികളാണ്. അപ്പോഴായിരിക്കും അടുത്തൊരു വമ്പ ട്വിസ്റ്റ്. അവരുടെ വീട്ടിൽ നിന്ന് ആ ഗ്രാൻഡ് പേയുടെ മകള്, അവളുടെ കണ്ണും ഇപ്പൊ ഫുൾ റെഡായി മാറി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഗ്രാൻഡ് പേ ആണെങ്കിൽ അവളെ കാണുമ്പോൾ തന്നെ അവളെ രക്ഷിക്കാൻ മുൻപോട്ട് ഓടും. പക്ഷെ നൊവാക്കി അവൻ ഗ്രാൻഡ് പേ വിടില്ല. ആളുടെ കയ്യിൽ പിടിച്ച് അങ്ങനെ പിടിച്ചു നിർത്തും. അടുത്ത സെക്കൻഡ് ആ പെണ്ണ് അവളൊരു കത്തിയെടുത്ത് അവളുടെ ബോഡിയിൽ കുത്തിയിറക്കും. ഞൊട്ടിയിടയിൽ ബോംബ് ആക്ടിവേറ്റ് ആയി അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. ഗ്രാൻഡ് പേ ആണെങ്കിൽ ആ ഫ്യൂഷി ഗ്യാങ് അവരുടെ പേര് വിളിച്ച് കരയാൻ തുടങ്ങും. സാസുവയ്ക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി അടുത്തുള്ള ആളുകളോട് ഫ്യൂഷി ഗ്യാങ്ങിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോഴായിരിക്കും അവർ പറയാ, ആ ഫ്യൂഷി ഗ്യാങ് അവർ ശരിക്കും ഒരു കള്ള കൂട്ടമാണ്. പക്ഷെ ആക്ച്വലി അവർ നല്ലവരായ കള്ളന്മാരാണ്. വലിയ വലിയ പണക്കാരുടെ കയ്യിൽ നിന്ന് അവർ പണം മോഷ്ടിക്കും. എന്നിട്ട് ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്ക് ആ പണം കൊടുക്കും. ഉടനെ സാസുക അവൻ ഷോക്കായി ചോദിക്കും, അവർ അത്രയ്ക്ക് നല്ലവരാണെങ്കിൽ പിന്നെന്തിനാ ഇതുപോലുള്ള ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്? അപ്പോഴായിരിക്കും അവൻ പറയാ, അവരെല്ലാവരും ഇഡൻ മിസ്റ്റ് വില്ലേജില് ഉള്ളവരാണ്. അവരെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം അവർ അഭയം തേടി ഇവിടേക്ക് വന്നു. പക്ഷെ ആരും അവരെ സ്വീകരിക്കാനായിട്ട് തയ്യാറായില്ല. അത് കേട്ട് സാസുക അവൻ ആ പവറിൽ വീണുപോയ ഒരാളുടെ മെമ്മറി അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്തൊക്കെയോ ചില വിഷ്വൽസ് ഒക്കെ അവൻ കാണാൻ തുടങ്ങും. ആ വിഷ്വൽ കണ്ട് ഇപ്പൊ സാസുക ഷോക്കാവും. സാസുക ആരോ വലിയ വെള്ളത്തിലേക്ക് പിടിച്ചു മുക്കുകയാണ്. അതിനുശേഷം അവനെ ഗെഞ്ചിപ്സൂല് സീൽ ചെയ്യും. പക്ഷെ സാസുകയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യും. കട്ട് ചെയ്ത സാസുക അവൻ പേടിച്ച് വിറച്ച് ഇപ്പൊ പ്രസന്റിലേക്ക് വരും. സാസുക അവരോട് പറയും, ഞാനിത് കണ്ടുപിടിച്ചു, ഇത് ആക്ച്വലി ആ ഗംഗൈ പവറാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.